നമ്മുടെ റഹീം MP അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി അദ്ദേഹത്തെ വീണ്ടും എയറിലാക്കിയോ? ട്രോളാവോ? എനിക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. എനിക്ക് പിന്നെ സ്ഥിരം ട്രോള് കിട്ടുന്നത് കൊണ്ട് ട്രോളൊരു വിഷയമല്ല. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിന്നിപ്പോൾ രാവിലെ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഞാൻ ഈ മൊബൈൽ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ആദ്യം കണ്ടൊരു പോസ്റ്റ്, വാർത്താ മാധ്യമ രംഗത്തെ ലേഡി സൂപ്പർ സ്റ്റാർ സുജയ പാർവതി എന്ന് ഞാൻ കണ്ടു. ഞാൻ സത്യമായിട്ട് ഇതൊന്നും പറഞ്ഞു പറയിപ്പിക്കുന്നതല്ല കേട്ടോ, ആൾക്കാരെ വിചാരിക്കും. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അതൊരു സന്തോഷം കൊണ്ട് പറയണ കേട്ടോ. ഞാൻ റിപ്പോർട്ടറൊന്നും ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഒരു പെർഫോമർ ആണെന്ന് ഞാൻ ആദ്യമായിട്ടാണ്. മോനെ ഒരു ബിരിയാണി കൂടി ഇതിപ്പോ എന്നെ നിർത്തി അങ്ങ് അപമാനിക്കുവാണോ? സീരിയസ്ലി ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ടീമിനോട്, ഞങ്ങൾക്ക് ഇത്രയും എനർജി തന്നത് സുജ മാഡം. താങ്ക് യു. അപ്പോ നമുക്ക് ആ ഒരു എനർജി ആ ടീമിലോ. എനിക്കൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട് മാഡത്തിനോട്. ഞങ്ങൾക്ക് നാടൻപാട്ട് ഒരു സംഘടനയുണ്ട്, ഫാം എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഫംഗ്ഷൻ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഒരു ഫംഗ്ഷന് മാഡം അവിടെ വരണം. അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ആൻഡോ സാർ സമ്മതിക്കണം, ആൻഡോ സാറിനോടൊന്ന് ചോദിക്കട്ടെ. ഉറപ്പായിട്ടും വരണം കേട്ടോ.